ഹായ് ഓൾ, മായാസ് കിച്ചൺ സീക്രട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു കുക്കീസ് ഉണ്ടാക്കിയാലോ? മുട്ടയുടെ വെള്ളയും പാലും ഉണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ മിറാങ് കുക്കീസാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. മൈദയും ബട്ടറും ഒന്നും ഈ കുക്കീസിൽ ചേർത്തിട്ടില്ല. ഓവൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഗ്യാസിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും അതുപോലെ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. മെറാങ് കുക്കീസിന് വേണ്ടി 2 മുട്ടയുടെ വെള്ള, 1/2 കപ്പ് ഷുഗർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ലൈം ജ്യൂസ് എന്നിവയാണ് എടുക്കുന്നത്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര 1/4 കപ്പ് എടുത്താൽ മതിയാകും. എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ ഒട്ടും വീഴാതെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. കുക്കീസ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും വിസ്കുമൊക്കെ വെള്ളം ഒട്ടുമില്ലാതെ ക്ലീൻ ആയിരിക്കണം. മുട്ടയുടെ വെള്ളയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി യോജിപ്പിക്കുവാനായി ഈ മിക്സ്ചർ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. ഇതിനായി ഒരു സോസ് പാനിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ വെള്ളമെടുത്ത് തിളയ്ക്കുവാൻ വയ്ക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ അതിന് മുകളിലേക്ക് എഗ് വൈറ്റിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. ഷുഗർ അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കുക. 2-3 മിനിറ്റ് കൊണ്ട് പഞ്ചസാര അലിഞ്ഞു കഴിയും ഗ്യാസ് ഓഫ് ചെയ്യുക. പാത്രം ഇറക്കി വെച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. കാൽ ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ലോ സ്പീഡിൽ ചെയ്ത് ഗ്രാജുവലി സ്പീഡ് കൂട്ടുക. എഗ് വൈറ്റ് ശരിക്കും ബീറ്റ് ചെയ്തെടുക്കാൻ ഒരു 10 മിനിറ്റോളം വേണ്ടി വരുന്നുണ്ട്. പീക്സ് ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ വാനില എസൻസ് ആഡ് ചെയ്യുക. ബീറ്റ് ചെയ്യുന്നവരും എഗ് വൈറ്റിൻ്റെ ടെക്സ്ചർ മാറി ഫ്ലഫി ആകുവാൻ തുടങ്ങും. പാത്രത്തിൻ്റെ പകുതിയോളം എഗ് വൈറ്റ്സ് ആയി കഴിഞ്ഞു. ഇനി ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. എഗ് വൈറ്റ് നന്നായി തിക്കായിട്ടുണ്ട്. എഗ് വൈറ്റ് താഴേക്കൊന്നും വീഴാത്ത രീതിയിൽ തിക്കാകുന്നത് വരെ ബീറ്റ് ചെയ്ത് നിർത്താം. OTGയിൽ ബേക്ക് ചെയ്യുവാനായി ഒരു സ്ക്വയർ ടൈപ്പ് ബേക്ക് ട്രേയിൽ ബട്ടർ പേപ്പർ ഇടുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബേക്ക് ടിന്നിൽ ഓയിൽ തടവിയിട്ടെടുത്താലും മതി. ഇത് ഗ്യാസിൽ ഉണ്ടാക്കുവാനുള്ള ടിന്നാണ്. സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് ആദ്യം പൈപ്പ് ചെയ്യുക. ഒരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് എഗ് വൈറ്റ് ഇടുക. പേപ്പർ ട്രേയിൽ ചേർന്നിരിക്കുവാനായി എഗ് വൈറ്റ് മിക്സർ ഒന്ന് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ ഉപയോഗിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കുക്കീസ് ഉണ്ടാക്കാവുന്നതാണ്. കുക്കീസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം OTG ലോ ടെമ്പറേച്ചറിൽ വയ്ക്കുക എന്നുള്ളതാണ്. ചൂട് കൂടിയാൽ പുറംഭാഗം പെട്ടെന്ന് കളർ മാറും, പക്ഷേ ഉൾവശം കുക്കാകുകയുമില്ല. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതിയാകും. 130 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്തത് ബേക്ക് ചെയ്തത്. പെട്ടെന്ന് തന്നെ കുക്കീസിൻ്റെ കളർ ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ അല്പം കൂടി കുറച്ച് ബേക്ക് ചെയ്യാവുന്നതാണ്. റൗണ്ട് കേക്ക് ടിന്നിലും എഗ് വൈറ്റ്സ് പൈപ്പ് ചെയ്യുക. ഇനി വേറെ നോസിലാണ് പൈപ്പ് ചെയ്യുന്നത്. ഇത് നോർമൽ കുക്ക് ചെയ്തെടുക്കാം. ഈ പാത്രം പ്രീഹീറ്റ് ചെയ്യാതെ നേരിട്ട് തന്നെ വെക്കുകയാണ്. പ്രീഹീറ്റ് ചെയ്യുമ്പോൾ കുക്കീസിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും അടപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ലോ ടെമ്പറേച്ചറിൽ വെച്ചതുകൊണ്ട് OTGയിൽ 25 മിനിറ്റ് എടുത്ത് കുക്കാകുവാൻ. പല OTGക്കും ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും. കുക്കീസിൻ്റെ ഉൾവശം സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ OTGയിൽ തന്നെ അതിൻ്റെ ഡോർ അടയ്ക്കാതെ കുറച്ച് നേരം ഈ ട്രേ വെച്ചാൽ മതി. ഗ്യാസിൽ വെച്ച കുക്കീസും പാകമായിട്ടുണ്ട്. ഇതല്പം ഓവർ കുക്കായിട്ടുണ്ട്. 10 to 15 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. എഗ് വൈറ്റ് കൊണ്ടുള്ള മിറാങ് കുക്കീസ് തയ്യാറായി. OTG വീട്ടിലില്ലാത്തവർക്ക് ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കാവുന്നതാണെന്ന് മനസ്സിലായല്ലോ. കുക്കീസ് ആകുമ്പോൾ അല്പം ഹാർഡ് ആകണമല്ലോ, എന്നാൽ ഓവറായിട്ട് ഹാർഡായിട്ടുമില്ല. കുട്ടികൾക്ക് ഈ കുക്കീസ് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. വീഡിയോ മുഴുവൻ കണ്ട് പെർഫെക്റ്റായി ഉണ്ടാക്കുവാൻ ശ്രമിക്കുക.